നമസ്കാരം, ഞാൻ ശ്രുതി. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചപ്പാത്തിയുടെ ഒപ്പം അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രോക്കോളി റോസ്റ്റ്. അപ്പോൾ ബ്രോക്കോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിന്ന് ഈ റെസിപ്പി ചെയ്യുന്നത്. ഈ ബ്രോക്കോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്സാരക്കാരനായിട്ടുള്ള പച്ചക്കറി ഒന്നുമല്ല കേട്ടോ. ഇതിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്, സി, കെ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഇതിലും ഗുണങ്ങളൊക്കെ അറിഞ്ഞ് തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല രുചികരമായ ബ്രോക്കോളി റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കണേറ്റു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബ്രോക്കോളി ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കോൺഫ്ലവർ ഒക്കെ വൃത്തിയാക്കണം അതേ രീതിയിൽ തന്നെയാട്ടോ ഇതും വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഓരോ ഇതളുകളിലൊക്കെ ചിലപ്പോൾ ഇടയിലൊക്കെ പുഴുക്കളൊക്കെ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുക. ഇത് ഉപ്പും കുറച്ച് നാരങ്ങനീരോ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും കഴുകിയെടുത്താൽ മതി. അങ്ങനെ കഴുകിയെടുത്ത ബ്രോക്കോളിയാണിത്. ഇത് വാങ്ങിയപ്പോൾ ഒരു 350 ഗ്രാം ബ്രോക്കോളിയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഒരു 2.5 കപ്പോളം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതുവരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം നന്നായിട്ട് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് നല്ലൊരു മണം വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. അങ്ങനെ ഇത് രണ്ടും കിടന്ന് നന്നായിട്ട് വഴണ്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 8 വെളുത്തുള്ളി 3 ഇഞ്ചോളം വരുന്ന ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ച് പേസ്റ്റ് ആക്കി വെച്ചതാണ്. ഇതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വരും. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 പച്ചമുളകാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ അരിയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പോളം ഉണ്ട്. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാള വഴണ്ടിട്ട് ഈ ഒരു കളർ ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണതിനനുസരിച്ചിട്ട് കറിവേപ്പില കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ വെന്ത് നല്ലൊരു മയം വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്ര നല്ല പഴുത്ത തക്കാളി അല്ലായിരുന്നു കേട്ടോ, കുറച്ച് പച്ച ആയിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ പഴുത്ത തക്കാളി കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ പച്ച തക്കാളി ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. നല്ല പഴുത്ത തക്കാളിക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല മുളക് പൊടിയെ നിങ്ങൾ ചേർക്കണമെങ്കിൽ 1.5 ടീസ്പൂൺ ഒന്നും ചേർക്കല്ല കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ അധികം എരിവില്ല, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബ്രോക്കോളിയൊക്കെ ഈ മസാലയിൽ നന്നായി പരണ്ടിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലായിടത്തും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് നമ്മൾ സവാളയിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് എത്ര ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശമൊക്കെ ഇത് വെന്തിട്ടുണ്ട്, കാരണം നമ്മൾ നേരത്തെ കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ മല്ലിയിലയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാം കേട്ടോ. മല്ലിയില നല്ല ഇഷ്ടമാണെങ്കിൽ കുറേ ചേർത്ത് കൊടുക്കുക, അങ്ങനെ എത്ര ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കോളി റോസ്റ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാനായിട്ട് മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും ഇതുപോലെയുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.